ഒരു 8 കിലോമീറ്ററും കൂടെ കഴിയുമ്പോൾ ആ സ്ഥലത്തെത്തും. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മം, അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കർമ്മം, ആ ഉംറ ചെയ്യുവാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുവാൻ പോവുകയാണ്. ഈ വലതു ഭാഗത്ത് കാണുന്നതാണ് ഉഹദ് മല. എല്ലാരും ഒന്ന് നോക്കി. ഇന്നലെ നമ്മൾ സന്ധ്യ ആയതുകൊണ്ട് വിശാലമായിട്ട് കാണാൻ പറ്റിയില്ല. 7 കിലോമീറ്റർ ചുറ്റളവുള്ള അത് കൂറ്റൻ വലിയ മലയാണ് ഉഹദ് മല. ഈ ഉഹദ് മലയെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് നാളെ ആഖിറത്തിൽ സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് ഈ മല വന്നിരിക്കും. തന്നെയുമല്ല, ഇതിന്റെ പ്രതിഫലത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ആരെങ്കിലും മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുകയാണെങ്കിൽ, അതായത് ഒരാൾ മരണപ്പെട്ടു പോയി, നമ്മള് കുളിപ്പിച്ചു, കഫൻ പൊതിഞ്ഞു, മയ്യത്ത് നമസ്കരിച്ചു, അതുപോലെ ഖബറടക്കി, എല്ലാം കഴിഞ്ഞാൽ 2 ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഖീറാത്ത് എന്ന് വെച്ചാൽ എന്താണെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മിസ്ലുൽ ഉഹദ്, ഉഹദിനോട് സമാനമായ, അതിനോട് തത്തുല്യമായ പ്രതിഫലമാണ് മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടവർക്ക് അല്ലാഹു തആല നൽകുന്നത്. അപ്പൊ ആ ഖീറാത്ത്, ആ ഉഹദ് മലയുടെ വലിപ്പം എല്ലാരും ഒന്ന് നോക്കിക്കേ. 7 കിലോമീറ്റർ ചുറ്റളവ് ആയി കിടക്കുന്ന അതിവിശാലമായ മല, ഇതാണ് ഉഹദ് മല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉഹദ് എന്നെ സ്നേഹിക്കുന്നു, ഞാനും ഉഹദിനെ സ്നേഹിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാണ് ഉഹദ് മല. അള്ളാഹു തആല വീണ്ടും വീണ്ടും ഉഹദിൽ വരുവാനും അവിടെ അടക്കപ്പെട്ടിരിക്കുന്ന സഹാബാക്കൾക്ക് സലാം പറയാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഉംറയുടെ ആദ്യത്തെ കർമ്മം എന്ന് പറയുന്നത് ഇഹ്റാം ചെയ്യലാണ്. ഇഹ്റാം ചെയ്യേണ്ടത് മീഖാത്തിൽ വെച്ചായിരിക്കണം. ധാരാളം മീഖാത്തുകളുണ്ട്. ഓരോ രാജ്യക്കാർക്കും മീഖാത്തുകളുണ്ട്. നമ്മളിപ്പം മദീനയിൽ നിന്നും പോകുന്നത് കൊണ്ട് നമ്മുടെ മീഖാത്താണ് ദുൽഹുലൈഫ. ഈ മീഖാത്ത് പള്ളിക്ക് വേറെയും പ്രത്യേകതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വെച്ചാണ് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തത്. ഹുദൈബിയ സന്ധി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വലിയ പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഹുവ സദഖ, അത് സത്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയവും. പുരുഷന്മാരെ അടിവസ്ത്രം ഉൾപ്പെടെയാണ് മാറ്റേണ്ടത്.